ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മാണ്ഡവ്യ മഹർഷിയുടെ ശാപവും ശാന്തനു മഹാരാജാവിൻ്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും അവർക്കുണ്ടാകുന്ന കുട്ടികളെക്കുറിച്ചും ആണ്. മഹാഭാരത കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. എന്നാൽ നേരെ കഥയിലേക്ക് പോകാം. മഹർഷിയായ മാണ്ഡവ്യൻ മൗനവ്രതത്തിൽ ഒരു ദിവസം ഇരുന്നു. തപസ് അനുഷ്ഠിക്കുകയാണ്, മൗനവ്രതത്തിലുമാണ്. ആ സമയത്താണ് യമധർമ്മരാജാവിൻ്റെ ഭടന്മാർ അതുവഴി വന്നത്. മഹർഷിയോട് ചോദിച്ചു, ഇതുവഴി എങ്ങാനും കുറച്ച് കൊള്ളക്കാർ വന്നോ? മൗനവ്രതത്തിലായിരുന്ന മാണ്ഡവ്യൻ ഒന്നും മിണ്ടിയില്ല. വ്രതം മുടങ്ങില്ലേ? ശരിക്കും കൊള്ളക്കാർ അതുവഴി വന്നിരുന്നു. കൊള്ള മുതലെല്ലാം സൂക്ഷിച്ചു വെച്ചത് മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. ഭടന്മാർ മഹർഷി ഒന്നും മിണ്ടാതിരുന്നത് കണ്ടപ്പോൾ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറി പരിശോധിച്ചു. നോക്കുമ്പോൾ നിറയെ കൊള്ള മുതൽ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഉടനെ തന്നെ മഹർഷിയെയും കൊള്ളക്കാരെയും ഭടന്മാർ പിടിച്ചു കൊണ്ടുപോയി യമധർമ്മ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ട രാജാവ് മഹർഷി മാണ്ഡവ്യനെയും ഈ കൊള്ളക്കാരെയും ശൂലത്തിലേറ്റാൻ കൽപ്പിച്ചു. ശൂലം കുത്തിക്കയറ്റി വയറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഭടന്മാരുടെയും മഹർഷിയുടെയും. മഹർഷി വേദന കൊണ്ട് പുളഞ്ഞു. മഹർഷി തൻ്റെ കൂട്ടുകാരെ വിളിച്ച് കരഞ്ഞു. പക്ഷികളുടെ രൂപത്തിൽ കൂട്ടുകാരായ മഹർഷിമാർ മാണ്ഡവ്യ മഹർഷിയുടെ ഈ സങ്കടം കാണാൻ അവിടെ വന്ന് കാര്യങ്ങളെല്ലാം യമധർമ്മ രാജാവിനെ ബോധിപ്പിച്ചു. രാജാവിന് ഇത് കേട്ട് സങ്കടം വന്നു. വേഗം വന്ന് മാണ്ഡവ്യനോട് മാപ്പിരന്നു, കാലിൽ വീണ് മാപ്പിരന്നു. അപ്പോഴേക്കും ശൂലമെല്ലാം കുത്തിക്കയറ്റിയിരുന്നു. ഉടനെ തന്നെ ഭടന്മാരോട് കൽപ്പിച്ചു മണ്ണിൻ്റെ ഉള്ളിലേക്ക് മഹർഷിയെ ഇറക്കി വെക്കാൻ. ഉടനെ അങ്ങനെ ചെയ്തു. പക്ഷെ ശൂലം വലിച്ചൂരാൻ അവർക്ക് കഴിയുന്നില്ല. ശൂലത്തിൻ്റെ ഒരു ഭാഗം അവർ മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ മാണ്ഡവ്യ മഹർഷി അണി മാണ്ഡവ്യൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. യമധർമ്മ രാജാവിനോട് മാണ്ഡവ്യൻ ഇങ്ങനെ ചോദിച്ചു, അല്ലയോ ധർമ്മരാജാവേ, ധർമ്മത്തിൻ്റെ രാജാവേ, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഉടനെ രാജാവ് പറയും, അല്ലയോ മഹർഷേ, അങ്ങേക്ക് ഇങ്ങനെ വന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. താങ്കൾ കുട്ടിയായിരുന്നപ്പോൾ ഒരു ഈച്ചയുടെ പൃഷ്ഠഭാഗത്ത് ഈർക്കിൽ കൊണ്ട് കുത്തി. ഈച്ച പ്രാണവേദനയോടുകൂടി പിടഞ്ഞു. ആ ഒരു പാപത്തിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അത് ഈർക്കിലാണെങ്കിൽ ഇത് ശൂലമാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഉടനെ തന്നെ മാണ്ഡവ്യൻ രാജാവിനെ ശപിച്ചു. തെറ്റു ചെയ്തെന്നോ? കുട്ടിയായിരുന്ന നോമിന് എന്ത് വിവരമാണ് ആ സമയത്ത് ഉണ്ടാവുക? കുട്ടികൾക്ക് ധർമ്മമെന്ത് അധർമ്മമെന്ത് ഒന്നും അറിയില്ലല്ലോ. അങ്ങനൊരു പ്രായമല്ലേ. അതുകൊണ്ട് രാജാവേ, നിങ്ങൾ ഒരു ശൂദ്ര സ്ത്രീയുടെ യോനിയിൽ വന്ന് ജനിക്കാനിടയാവട്ടെ. ഒരു ശൂദ്ര സ്ത്രീയുടെ പുത്രനായി മനുഷ്യനായി പിറക്കാൻ ഇടയാവട്ടെ എന്ന് മാണ്ഡവ്യൻ യമധർമ്മ രാജാവിനെ ശപിച്ചു. എന്നിട്ട് ലോകത്തിനാകെ ഒരു സന്ദേശം മാണ്ഡവ്യ മഹർഷി നൽകുകയാണ്. എന്താണത്? അതെ, 12 വയസ്സ് വരെ അല്ലെങ്കിൽ 14 വയസ്സ് വരെ കുട്ടികൾ ചെയ്യുന്നതൊന്നും ധർമ്മമോ അധർമ്മമോ എന്ന് കണക്കാക്കേണ്ടതില്ല. അവരുടെ പ്രായത്തിന് അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാത്ത പ്രായമായിരിക്കും. അതുകൊണ്ട് 14 വയസ്സ് വരെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാര്യമായി ആരും എടുക്കരുത്, ശപിക്കരുത്. അങ്ങനൊരു നിയമ സന്ദേശം മാണ്ഡവ്യൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. മാണ്ഡവ്യ മഹർഷിയുടെ ശാപം മൂലം ജനിക്കാൻ പോകുന്ന കുട്ടി ആരായിരിക്കും? നമുക്ക് നോക്കാം. ഇതിനു മുമ്പുള്ള മഹാഭാരത കഥകളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ശാന്തനു മഹാരാജാവിനെ കുറിച്ചായിരുന്നു. ഗംഗ പോയി, അതിനുശേഷം മത്സ്യഗന്ധി എന്നറിയപ്പെട്ട സത്യവതിയെ വിവാഹം ചെയ്തു. അങ്ങനെ നമ്മുടെ ശാന്തനു മഹാരാജാവ് സത്യവതിയോടൊപ്പം സുന്ദരമായി ജീവിച്ചു. ആ ജീവിത കാലത്തിനുള്ളിൽ അവർക്ക് 2 പുത്രന്മാരുണ്ടായി, ചിത്രാംഗതനും വിചിത്രവീര്യനും.
അതിൽ ചിത്രാംഗതൻ എന്ന മൂത്തപുത്രൻ പരാക്രമിയും ഭയങ്കര സാമർഥ്യവുമുള്ള കുട്ടിയായി വളർന്നു വന്നു. അവൻ രാജ്യങ്ങളെല്ലാം തന്നെ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി, എല്ലാവരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പക്ഷേ അഹങ്കാരിയും അത്യാർത്തി മൂത്തവനുമായി മാറുകയും ചെയ്തു. മഹാപരാക്രമിയായ ചിത്രാംഗതൻ 3 ലോകത്തെയും വിറപ്പിച്ചു. ദേവന്മാരെയും അസുരന്മാരെയും രാജാക്കന്മാരെയും ഈ ലോകം തന്നെ വെട്ടിപ്പിടിക്കാനുള്ള അവൻ്റെ ഓട്ടത്തിനിടയിൽ അവൻ മായാവിയായ ഒരു ഗന്ധർവ രാജാവുമായി ഏറ്റുമുട്ടുകയും ആ യുദ്ധത്തിൽ 3 വർഷം കുരുക്ഷേത്ര മൈതാനത്ത് നടന്ന യുദ്ധത്തിൽ ചിത്രാംഗതൻ കൊല്ലപ്പെടുകയും ചെയ്തു. സത്യവതി അതീവ ദുഃഖിതയായി, ഭീഷ്മരും അതീവ ദുഃഖിതനായി. തുടർന്ന് മരണശേഷം ചിത്രാംഗതന്റെ ചടങ്ങുകളെല്ലാം തന്നെ ഭീഷ്മർ ചെയ്യുകയും വിചിത്രവീര്യനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. വിചിത്രവീര്യൻ അങ്ങനെ വളർന്നു വന്നു. വിചിത്രവീര്യന് വിവാഹം കഴിക്കാനുള്ള പ്രായമായി തുടങ്ങി. അപ്പൊ സത്യവതി ഭീഷ്മരോട് പറയും, നമ്മുടെ വംശം നിലനിൽക്കണമല്ലോ, അതുകൊണ്ട് വിചിത്രവീര്യനെ കൊണ്ട് നമുക്ക് കല്യാണം കഴിപ്പിക്കണം. ഈ സമയത്താണ് കാശി രാജാവിൻ്റെ 3 പെൺകുട്ടികൾ സ്വയംവരത്തിനായി തയ്യാറായത്. അംബ, അംബിക, അംബാലിക. ഈ 3 പെൺകുട്ടികളും സ്വയംവരത്തിനായി അവിടെ ഉള്ളത് ഭീഷ്മർ അറിഞ്ഞു. സത്യവതി പറഞ്ഞു, മകനെ ഭീഷ്മ, നീ പോയി വിചിത്രവീര്യന് വേണ്ടി പെണ്ണ് ചോദിക്കണം. സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ രാജാക്കന്മാര് പെണ്ണ് കാണാൻ വരും. അതിലിഷ്ടമുള്ള ആളെ ഈ രാജകുമാരിക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിൽ മൂത്തപുത്രിയായ അംബ ഒരു രാജാവുമായി ഇഷ്ടത്തിലാവുകയും ആ രാജാവിനെ തന്നെ സ്വയംവരം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീഷ്മർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഭീഷ്മർ അനിയന് വേണ്ടി പെണ്ണ് ചോദിക്കാൻ എത്തിയിരിക്കുകയാണ്. വിചിത്രവീര്യനെ കൊണ്ടുപോയതുമില്ല. അവിടെ ചെന്ന് ഇരിക്കുന്ന ഭീഷ്മരെ എല്ലാ രാജാക്കന്മാരും പരിഹസിക്കാൻ തുടങ്ങി. അയ്യോ, വിവാഹമൊക്കെ വേണ്ടാന്ന് ശപഥം ചെയ്ത ഭീഷ്മരിത വിവാഹം ചെയ്യാൻ വന്നിരിക്കുന്നു. ഭീഷ്മ ശപഥമൊക്കെ മറന്നോ? അവരിങ്ങനെ ഭീഷ്മരെ കളിയാക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും കൂടി കളിയാക്കിയപ്പോൾ ഭീഷ്മർക്ക് ദേഷ്യം വന്നു. ഭീഷ്മർ യുദ്ധം തുടങ്ങി. അവരുമായിട്ടൊക്കെ ഏറ്റുമുട്ടി എല്ലാവരെയും തോൽപ്പിച്ച് അംബയെയും അംബികയെയും അംബാലികയെയും തേരിൽ പിടിച്ച് കയറ്റി വിചിത്രവീര്യന്റെ അടുത്തേക്ക്, കൊട്ടാരത്തിലേക്ക്, ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവന്നു. അംബ അങ്ങനെ സാല്വ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. സാല്വ രാജാവ് അംബയെ സ്വീകരിച്ചില്ല. ഭീഷ്മരുടെ അടുത്തുനിന്നും വന്നതല്ലേ, വിചിത്രവീര്യന്റെ അടുത്തു നിന്നും വന്നതല്ലേ, നിന്നെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അംബ തിരിച്ച് ഹസ്തിനപുരത്തേക്ക് തന്നെ വന്നു. ഭീഷ്മരുടെ അടുത്ത് വന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ. ഭീഷ്മർ പറഞ്ഞു, നിന്നെ എനിക്കും സ്വീകരിക്കാൻ സാധ്യമല്ല, നിനക്ക് ഒരു ജീവിതം തരാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ ശപഥം ചെയ്ത ആളാണ്. വിചിത്രവീര്യനും താല്പര്യമില്ലാതായി. വിചിത്രവീര്യൻ ഭാര്യമാരോടൊപ്പം കഴിയുകയാണേനും. ഉടനെ ഇതിൽ കുപിതയായ ഭീഷ്മർ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കുപിതയായ അംബ കാട്ടിൽ ചെന്ന് തപസ് ചെയ്യുകയും ശിവനെ ധ്യാനിക്കുകയും ചെയ്തു. പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും അംബയോട് ഇങ്ങനെ പറഞ്ഞു, ഈ ജന്മം നിനക്ക് ഭീഷ്മരെ വധിക്കാൻ സാധ്യമല്ല, നിന്റെ ആഗ്രഹം നടക്കില്ല. അടുത്ത ജന്മമേ നിനക്ക് ഭീഷ്മരെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. സങ്കടത്തോടെ അംബ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് ശിഖണ്ഡി എന്ന നാമത്തിൽ അവൾ പുനർജനിക്കുകയും മഹാഭാരത യുദ്ധത്തിൽ 10ാം നാൾ ഭീഷ്മരെ വധിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തു. തൻ്റെ ഭാര്യമാരോടൊപ്പം വളരെ കാലം വിചിത്രവീര്യൻ നല്ല സുഖത്തോടുകൂടി തന്നെ ജീവിച്ചു. തുടർന്ന് ക്ഷയരോഗിയാകുകയും ഒരുപാട് സുഖിച്ച് ജീവിച്ചതിനാൽ ക്ഷയരോഗം പിടിപെട്ടു എന്നാണ് മഹാഭാരത കഥകളിൽ പറയുന്നത്. എന്തായാലും വിചിത്രവീര്യൻ മരിച്ചു. 2 ഭാര്യമാരിലും അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. ഭീഷ്മർക്ക് ഭയങ്കര സങ്കടമായി. വംശം നശിക്കാൻ പോകുന്നു, ഇനിയൊരു തലമുറയില്ല. ചിത്രാംഗതൻ അങ്ങനെയും മരിച്ചു, വിചിത്രവീര്യൻ ഇങ്ങനെയും മരിച്ചു. ശാന്തനുവും സ്വർഗം പോകി. സത്യവതി മാത്രം വേദനയോടുകൂടി കഴിയുകയാണ്.
അമ്മയുടെ സങ്കടം കാണാൻ വയ്യ. ഭീഷ്മർ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാം. സത്യവതി പറഞ്ഞു, ജ്യേഷ്ഠനായ ഭീഷ്മർ അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്യുക. അതല്ലാതെ ഒരു മാർഗവും ഇല്ല മകനെ. പക്ഷേ ഭീഷ്മരുണ്ടോ അതിന് സമ്മതിക്കുന്നു? ഭീഷ്മ ശപഥമല്ലേ എടുത്തിരിക്കുന്നത്? വിവാഹം ചെയ്യില്ലെന്നും സന്താനങ്ങൾ ഉണ്ടാവില്ലെന്നും. ആർക്ക് വാക്ക് കൊടുത്തു? നിഷാദ രാജാവിന്. സത്യവതിയുടെ അച്ഛന് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഭീഷ്മര്. പിന്നെ എങ്ങനെ വിവാഹം ചെയ്യാനാണ്? അങ്ങനെ വംശം നശിച്ചു പോകരുതല്ലോ. സത്യവതി ഉടനെ പറഞ്ഞു ഭീഷ്മരോട്, എനിക്കൊരു മകനുണ്ട്. പരാശരമുനിയിൽ എനിക്കുണ്ടായ ഒരു പുത്രൻ. അതാരാണ്? കുറിയ, അതായത് ഉയരം കുറഞ്ഞ വേദവ്യാസ മുനി. വിരൂപനുമാണ്. കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. പക്ഷെ അറിവാണെങ്കിലോ വാനോളം. അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ ഭീഷ്മരോട് സത്യവതി കൽപ്പിച്ചു. ഉടനെ വേദവ്യാസൻ പ്രത്യക്ഷപ്പെട്ടു. അമ്മയോട് പറഞ്ഞു, എന്താണ് അമ്മേ ഞാൻ അമ്മയ്ക്ക് ചെയ്യേണ്ടത്? നീ ഞങ്ങളുടെ വംശം നിലനിർത്താൻ വേണ്ടി അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്യണം. നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികൾ വേണം ഈ വംശം നിലനിർത്താൻ. അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്യാൻ വേദവ്യാസൻ ഒരുങ്ങി. അംബിക വേദവ്യാസനെ ഇഷ്ടപ്പെട്ടില്ല. വേദവ്യാസനുമായി ഉള്ള ബന്ധത്തിൽ അവൾ കണ്ണിറുക്കി പിടിച്ചു കടന്നു. അതുകൊണ്ട് തന്നെ അന്ധനായ ഒരു കുട്ടിയാണ് ജനിച്ചത്. തുടർന്ന് അംബാലികയെ വേദവ്യാസൻ സമീപിക്കുകയും അവളോടൊപ്പം ജീവിക്കുകയും അവൾ അറപ്പോടുകൂടിയാണ്, വെറുപ്പോടുകൂടിയാണ് വേദവ്യാസനെ തൃപ്തിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പാണ്ടുള്ള ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു ശൂദ്ര സ്ത്രീ ആ കൊട്ടാരത്തിലുണ്ട്, ദാസി. ആ ദാസി ഈ വേദവ്യാസനെ ഇഷ്ടത്തോടുകൂടി, ഭയങ്കര ഇഷ്ടത്തോടുകൂടി പ്രാപിക്കുകയും നല്ലവനായ ഒരു കുട്ടിയുണ്ടായി, വിതുരർ. ആ വിതുരരാണ് മാണ്ഡവ്യ മഹർഷിയുടെ ശാപത്താൽ ശൂദ്ര സ്ത്രീയിൽ പിറന്ന ധർമ്മരാജാവിൻ്റെ മനുഷ്യരൂപം. മഹാബുദ്ധിമാനായ പണ്ഡിതനായ വിതുരർ. അംബികയിൽ ഉണ്ടായ കണ്ണിറുക്കി പിടിച്ച് ആ ഉണ്ടായ കുട്ടി അന്ധനായ ധൃതരാഷ്ട്രർ ആയിരുന്നു. അറപ്പോടും വെറുപ്പോടും കൂടി വേദവ്യാസനെ പ്രാപിച്ച അംബാലികയിൽ ജനിച്ച കുട്ടിയാണ് പാണ്ടുള്ള പാണ്ഡു. ഈ ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. മാണ്ഡവ്യ മഹർഷിയുടെ ശാപം മൂലം ശൂദ്രസ്ത്രീയിൽ ജനിച്ച വിതുരരുടെയും മഹാപണ്ഡിതനായ വിതുരരുടെയും കണ്ണിറുക്കി പിടിച്ചതിനാൽ അന്ധനായ മകൻ ജനിച്ച അംബികയുടെ പുത്രനായ ധൃതരാഷ്ട്രരുടെയും വെറുപ്പോടും അറപ്പോടും കൂടി വ്യാസന്റെ ഒപ്പം കഴിഞ്ഞ അംബാലികയിൽ ജനിച്ച പീതവർണ്ണനായ പാണ്ഡുരോഗമുള്ള പാണ്ഡുവിൻ്റെയും കഥ ആണ് ഇനിയുള്ള ഭാഗങ്ങളിൽ തുടരുന്നത്. മഹാഭാരത കഥകൾക്കായി കാത്തിരിക്കൂ.